എ ഐ എവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ഐ ഉണ്ട്. ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ എ ഐ ഉണ്ട്. പക്ഷെ അധികം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് എ ഐ ഏജൻറ്റ്സ്. എന്താണ് എ ഐ ഏജൻറ്റ്സ്? ഈ വിഷയത്തിൽ നമ്മുടെ ബർഗറിന്റെ അഭിപ്രായം എന്താണ് നമുക്ക് നോക്കാം. I kind of think that in the future, just like every business has an email address and a website and a social media account, I think in the future, every business is going to have an AI agent that interfaces with their customers. Right. So guys, എന്താണ് എ ഐ ഏജൻറ്റ്സ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് എവറി ബിസിനസ് ഈവൻ ഇറ്റ് ഈസ് എ സ്മോൾ ബിസിനസ്. നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ കൂടി എ ഐ ഏജൻറ്റ്സ് നിങ്ങളെ കൂടുതൽ സഹായിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ക്ലോത്തിങ് സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളവിടെ സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും, ലൈക്ക് ബിസിനസ് അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഓർഡർ കൺഫർമേഷൻ, അല്ലെങ്കിൽ റിട്ടേൺ പോളിസി. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഇതൊക്കെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ട്. എന്നാൽ എ ഐ ഏജൻസിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓർഡർ കളക്ട് ചെയ്യുന്നത് ഒരു സ്റ്റാഫ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എ ഐ ഏജൻറ്റ്സ് വർക്ക് ചെയ്യും. ഒരു സ്റ്റാഫിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഓർഡർ കൺഫർമേഷന് വേണ്ടി കസ്റ്റമറിനെ കോൾ ചെയ്യും. എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടുന്നത്, ഏത് പ്രൊഡക്റ്റാണ് വേണ്ടുന്നത്, അതിനനുസരിച്ചിട്ട് അവർ ഓർഡർ കൺഫർമേഷൻ ചെയ്യും. അതുപോലെ തന്നെ എ ഐ ഏജൻറ്റ്സ് കസ്റ്റമറിനെ വിളിച്ച് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടുന്നത്, ഏത് പ്രൊഡക്റ്റാണ് വേണ്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം അതൊക്കെ കളക്ട് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യും. ആൻഡ് ഓൾസോ യൂസറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇത് സെൽഫായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി പറയൂ, നിങ്ങളുടെ ബിസിനസ്സിന് എ ഐ ഏജൻസിൻ്റെ ആവശ്യമുണ്ടോ? ലെറ്റ്സ് ഡിസ്കസ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഫോളോ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.